യുഎസിന്റെ അധിക തീരുവയുടെ ഭാരം വഹിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും റഷ്യയുടെ സഹായം വന്നിരിക്കുകയാണ്. വീണ്ടും വിലക്കിഴിവോടുകൂടി ഇന്ത്യക്ക് എണ്ണ നൽകാൻ റഷ്യ ഒരുങ്ങുന്നതായാണ് വിവരം. ഇന്ത്യക്ക് ബാരലിന് $3 മുതൽ $4 വരെ കുറവിലാണ് റഷ്യൻ എണ്ണ വിതരണം ചെയ്യുന്നത് എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, സെപ്റ്റംബർ അവസാനത്തിലും ഒക്ടോബറിലും ലോഡ് ചെയ്യുന്ന ചരക്കുകൾക്ക് റഷ്യയുടെ യൂറൽ ഗ്രേഡിന്റെ വില കുറഞ്ഞ വിലയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകിയെന്ന് ആരോപിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ തീരുവ 50% ഉയർത്തി ഇരട്ടിയാക്കിയത്. 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ന്യൂഡൽഹി റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഇറക്കുമതിക്കാരായി മാറിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ചുമത്തിയത്. ഇതിന് പിന്നാലെ ഇന്ത്യയെ US നിരന്തരം വിമർശിച്ചിരുന്നു. ഇതോടെ ഇന്ത്യ മോസ്കോയുമായും ബീജിംഗുമായും കൂടുതൽ അടുക്കുകയുമാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവായ പീറ്റർ നവാരോ ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തുമെത്തിയിരുന്നു. പുടിൻ യുക്രൈൻ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ല എന്നും വളരെ ചെറിയ അളവിലായിരുന്നു വാങ്ങിയതെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ റിഫൈനറികൾ കിഴിവുകൾ നൽകുന്നു, ഇന്ത്യ അത് ശുദ്ധീകരിക്കുന്നു, തുടർന്ന് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് പ്രീമിയത്തിൽ വിൽക്കുന്നു എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ. ഇത് റഷ്യൻ യുദ്ധതന്ത്രത്തിന് ഇന്ധനം നൽകുന്നുവെന്നും പീറ്റർ നവാരോ കുറ്റപ്പെടുത്തി. എന്നാൽ എണ്ണ വാങ്ങുന്നത് നിരോധിക്കുന്ന ഒരു ഉപരോധവും നിലവിൽ ഇല്ല എന്ന് US തന്നെ റഷ്യൻ എണ്ണ നിരോധിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി. ആഗസ്റ്റ് ആദ്യം വാങ്ങുന്നതിൽ ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ റിഫൈനറുകൾ റഷ്യൻ എണ്ണ ഉപയോഗിക്കുന്നത് തുടരുകയായിരുന്നു. മാത്രമല്ല, വില കുറഞ്ഞ യൂറലുകൾ വാങ്ങൽ താൽപര്യം ആകർഷിക്കാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞയാഴ്ച ബാരലിന് $2.50 കിഴിവിൽ ഇത് വാഗ്ദാനം ചെയ്തിരുന്നു. ജൂലൈ 1 ഡോളറിനേക്കാൾ കൂടുതലാണിത്. ഇതിന് വിപരീതമായി റിഫൈനറുകൾ വാങ്ങിയ US ക്രൂഡിന്റെ വില ഏകദേശം $3 ആയിരുന്നു.